ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ആഷുവും കൂടെ ഒരു സ്ഥലത്ത് കഴിക്കാൻ പോവാണ്. അതിൻ്റെ പേര് ചന്ദ്രവിലാസ് എന്നാണ്. സിറ്റീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിന് മോർ ദാൻ 100 ഇയേഴ്സ് ആയ ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു കോംബോ താലി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടാണ് വന്നിരുന്നത്, എനിക്ക് എന്തായാലും ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ കഴിച്ച് തീരാൻ പറ്റില്ല, നല്ല വലിയ താലിയാണ്. അതാണ് ഞാനും ആശുവും കൂടെ വന്നത്. പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ടും തീർക്കാൻ പറ്റില്ല അത്, കാരണം കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. പാപ്പട, പാത്ര, छोले, स्प्रिंग रोल, आलू बटेका, रसा वाला आलू, खमन, पोई, मेथी गोटा, घाटिया, मरचा, सेव टमाटा, पपाया सलाड एंड कड़ी, जलेबी, പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത്, ആക്ച്വലി പൂരീൻ്റെ അടിയിലും വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ വടിയും അങ്ങനെ 1-2 ഐറ്റംസ്, പിന്നെ സമൂസ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുതിച്ചിട്ടാണ് പോയത്. എനിക്ക് അത്രയും ഐ വാസ് ക്രീവിങ് ഗുജറാത്തി ഫുഡ്. അപ്പോൾ ഞാൻ ചെന്ന നെക്സ്റ്റ് ഡേ തന്നെ പോയി ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ഛാസ് കുടിച്ചു അതിൻ്റെ കൂടെ തന്നെ. ഐ വാസ് സോ ഹാപ്പി. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സിറ്റിയൊക്കെ ഇച്ചിരി ഒന്ന് കാണിച്ചു തരാം. ഞാൻ കുഞ്ഞാകുമ്പം അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ഞങ്ങൾ നാട്ടിൽ വരുന്ന മുമ്പായിട്ട് ചെയ്യേണ്ട ഷോപ്പിങ്ങൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ വെറൈറ്റിയും കിട്ടും, പിന്നെ എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ കിട്ടും. ഇങ്ങനെ ഓരോ സെക്ഷൻ വൈസാണ്. ഇതിപ്പം പൂജ റിലേറ്റഡ് ഐറ്റംസ്, ഡെക്കോർ തിങ്സ് ഒക്കെയാണ്. അപ്പോൾ അതാകുമ്പോൾ ആ ഏരിയ മൊത്തം, ആ സ്ട്രീറ്റ് മൊത്തം അങ്ങനെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് സ്പൈസസ് ആണെങ്കിൽ അവിടെ മൊത്തം സ്പൈസസ് ആയിരിക്കും, ക്ലോത്ത്സ് ആണെങ്കിൽ ക്ലോത്ത്സ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എല്ലാം ഇവിടെ കിട്ടും. ഇങ്ങനെ നടന്ന് തപ്പിപ്പോയാൽ മതി, എല്ലാം കിട്ടും നമുക്ക് അവിടുന്ന്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ ഏരിയയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതും നമ്മുടെ ബജറ്റിന് നമുക്ക് ഇതായിട്ട് മേടിക്കാനും പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.